അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന ആ കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട്, ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളുമാണ്. അറിയാവുന്ന ആളെന്നുള്ള കാവ്യയെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ എന്നുള്ള പേര് പറയണ്ട, പിന്നെയും പേര് പറഞ്ഞു, സോറി കേട്ടാ. അപ്പൊ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പറയുമ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്ന് 2 ആഴ്ച കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ആളുകൾ ഇതിന് പിന്നാലെയാണ്. എനിവേ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പകർപ്പിലെ ചില നിർണായക വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായി ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച്. ഇവരെ കുറിച്ച് ആരും അധികം എവിടെയും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവർ ഈ കേസിൽ ഭയങ്കര നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് അവരിലേക്ക് വരാം. എനിവേ, ഈ കഴിഞ്ഞ ഡിസംബർ 12 ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന കോടതി വിധി എന്തായിരുന്നു? 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുക, ബാക്കി 7 തൊട്ട് 10 വരെയുള്ള പ്രതികളെ വെറുതെ വിടുക. ഇതായിരുന്നു കോടതി വിധി. ഈ വിധിയുമായി ബന്ധപ്പെട്ട് 2 അഭിപ്രായം ഇപ്പൊ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു കോടതി വിധി കാരണം നടിക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത ഒരാൾ ഇപ്പൊ പുറത്ത് കലശി നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ബലാത്സംഗം ചെയ്തവര് ശിക്ഷിക്കപ്പെട്ടു, നല്ല കാര്യം. പക്ഷെ അതിന് കൊട്ടേഷൻ കൊടുത്ത ആൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആയതിനാൽ തന്നെ ഇവിടെ ഇരക്ക് പൂർണ്ണമായി നീതി ലഭിച്ചിട്ടില്ല എന്നും കരുതുന്നവരുണ്ട്. ഞാനൊക്കെ അതിൽ പെട്ടതാണ് കേട്ടോ. ഇവിടെ നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ആളും കൂടി അകത്തായാലല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ നടിക്ക് നീതി ലഭിക്കത്തുള്ളൂ. എന്നിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ പൊതുജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അല്ലെ. അത് പിന്നെ സ്വാഭാവികം, ബഹുജനം പലവിധം എന്നാണല്ലോ. ഇനി ഈ കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ 2010 തൊട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് 2010 സംഭവിച്ചത്? കാവ്യ മാധവൻ തന്റെ ആദ്യ ഭർത്താവുമായി ഡിവേഴ്സ് ആകുന്നു. ആ സമയത്ത് തന്നെ ദിലീപുമായിട്ടുള്ള ഒരു അവിഹിതം സ്റ്റാർട്ടാക്കുന്നു. ആ സമയത്ത് ദിലീപ് മഞ്ജു വാര്യരുടെ ഭർത്താവാണെന്ന് ഓർക്കണം. അങ്ങനെ ഇരിക്കുകയാണ് കാവ്യയുമായി മറ്റൊരു അവിഹിതം. എന്തായാലും അവർ അവിഹിതം മുന്നോട്ട് കൊണ്ടുപോകവെയാണ് 2011 അമേരിക്കയിൽ ഒരു ഷോ വരുന്നത്. മലയാളത്തിലെ പ്രമുഖ നടീ നടന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോ ആണത്. ആ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ദിലീപാണ്. അങ്ങനെ ദിലീപിന്റെ നേതൃത്വത്തിൽ അന്ന് മലയാളത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള പലരും ആ പരിപാടിക്ക് പോയി. അതിൽ നമ്മുടെ ആക്രമിക്കപ്പെട്ട നടിയും കാവ്യ മാധവനും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അമേരിക്കയിൽ വെച്ച് ഈ പറയുന്ന കാവ്യ മാധവനും ദിലീപും ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നത് ഈ പറയുന്ന നടി കാണുന്നു. അത് മാത്രമല്ല, പലപ്പോഴായി ഈ പറയുന്ന കാവ്യ മാധവനും ദിലീപും തമ്മിൽ അടുത്തിടെ വൈകുന്നത് ഈ നടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് വലിയ മൈൻഡ് ആക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ അമേരിക്കയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയ വേളയിൽ ദിലീപിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർ ചില ഡൗട്ടൊക്കെ തോന്നി ഈ പറയുന്ന നടിയെ സമീപിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ ദിലീപും കാവ്യം തമ്മിൽ എന്തെങ്കിലും നടന്നതായിട്ട് നീ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതി. ആദ്യമൊന്നും താൻ എന്താണ് കണ്ടതെന്ന് പറയാൻ ഈ പറയുന്ന നടി കൂട്ടാക്കിയില്ലായിരുന്നു. മഞ്ജു വാര്യർ അതിനെക്കുറിച്ച് ചോദിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ പറഞ്ഞ ദിലീപ് കാവ്യന്റെ ഫോണിലേക്ക് അയച്ച ചില മെസ്സേജുകൾ ഈ പറയുന്ന മഞ്ജുവിനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൺഫേം ചെയ്യാനും കൂടിയാണ് മഞ്ജു അങ്ങനെ ചോദിച്ചത്. എന്നിരുന്നാൽ ആദ്യം നടി താൻ കണ്ട കാര്യം പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് നടിയുടെ അച്ഛന്റെ നിർബന്ധ പ്രകാരം എല്ലാം തുറന്നു പറയുകയായിരുന്നു അല്ലെ. അതോടെ മഞ്ജുവിന് കാവ്യ ദിലീപ് അവിധം കൺഫേം ആയി. അതിന് പിന്നാലെ ചില തീരുമാനങ്ങൾ മഞ്ജു എടുക്കുകയാണ്. അതോടെ ദിലീപ് മഞ്ജു വാര്യർ ബന്ധം വഷളാകാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 2014 ആയപ്പോഴേക്കും ഈ പറഞ്ഞ ദിലീപും മഞ്ജു വാര്യറും തമ്മിൽ ഡിവോഴ്സിലായി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് ദിലീപ് കാവ്യയെ കെട്ടുകയും ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം ദിലീപ് വിശ്വസിച്ച കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ താനും മഞ്ജു വാര്യരും തമ്മിൽ പിരിയാനുള്ള കാരണം അമേരിക്കയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഈ നടി മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞത് കാരണമായിട്ടാണ് എന്നുള്ളതാണ്. അത് ദിലീപിനുള്ളിൽ നടിയോട് വൈരാഗ്യം വർദ്ധിക്കാൻ കാരണമാകുന്നു. പിന്നീട് പിന്തുടർന്ന് നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു. അവസാനം 2017 ഈ നടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടി കോടതിയിൽ ബോധിപ്പിച്ച കാര്യങ്ങളാണ് അല്ലേ. 1-2 വട്ടം നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കഷൻ നടത്തിയതുമാണ്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഇത് വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് പറഞ്ഞാൽ മാത്രം ഇനി അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനുവേണ്ടിയാണ്. എനിവേ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഈ പറയുന്ന അതിജീവിതയായിട്ടുള്ള നടി 2011 ഈ പറയുന്ന അമേരിക്കയിൽ വെച്ചൊരു കാഴ്ച കണ്ടു എന്ന് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞായിരുന്നല്ലോ. എന്താണത്? ദിലീപും കാവ്യയും തമ്മിൽ ബാത്റൂമിൽ കയറി വാതിലടിക്കുന്നത് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അന്ന് ഈ നടിയോടൊപ്പം ഇതേ കാഴ്ച കണ്ട മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. ആരാണെന്ന് അറിയോ? ദ വൺ ആൻഡ് ഓൺലി റിമി ടോമി. അന്ന് ഈ പറയുന്ന നടിയും റിമി ടോമിയും കാവ്യ മാധവനും കട്ടക്ക് സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ശരിയാണെങ്കിൽ അന്ന് 2011 അമേരിക്കയിൽ ഷോക്ക് പോയ സമയത്ത് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയും ഈ റിമി ടോമിയും ഒരേ റൂമിലാണ് താമസിച്ചത്. അന്ന് അവരുടെ റൂമിലേക്ക് ഇടയ്ക്കിടെ കാവ്യ മാധവൻ വരുമായിരുന്നു. അതിനുള്ള കാരണം ഇവർ 3 പേരും അന്ന് കട്ടച്ചങ്കുകളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ 3 പേര് കമ്പനി അടിച്ചിരിക്കുന്നതിനിടയിലേക്ക് ദിലീപ് കടന്നു വന്നു. അന്നേരം റിമി ടോമിയും നടിയും ആ റൂമിൽ നിന്ന് എണീറ്റ് പോയി എന്നുള്ളതാണ്. എന്തിനാണെന്ന് അറിയോ? കാവ്യ മാധവനും ദിലീപിനും പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ലെവലിൽ അവരുടെ ബന്ധം അന്ന് സിനിമാ ഫീൽഡിൽ പാട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന ദിലീപ് കാവ്യ അവിഹിതവുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വഹിച്ചവരിൽ ഒരാളാണ് ഈ പറയുന്ന റിമി ടോമി അല്ലെ. അതിനാൽ തന്നെ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം റിമി ടോമി കോടതിയിൽ നൽകിയ മൊഴി അത് വളരെ നിർണായകമായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ റിമി ടോമി എന്ത് മൊഴിയാണ് കോടതിയിലും പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയത്? ആ മൊഴി കേസിന്റെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റിയൽ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് റിമി ടോമിയാണ്. റിമി ടോമി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ദിലീപ് ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടേനെ. എന്തായാലും നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം റിമി ടോമി മൊഴി കൊടുക്കാൻ പോയതിന്റെ ന്യൂസ് ക്ലിപ്പ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് ക്ലിപ്പ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗായിക റിമി ടോമിയുടെ രഹസ്യമൊഴി കോതമംഗലം കോടതിയിൽ രേഖപ്പെടുത്തി. കേസിലെ പ്രതിയും റിമിയുടെ സുഹൃത്തുമായ നടൻ ദിലീപിനൊപ്പമുള്ള വിദേശ ട്രിപ്പുകളെ കുറിച്ചാണ് മൊഴി നൽകിയതെന്ന് റിമി പറഞ്ഞു. റിമി ടോമി കേസിന്റെ വിചാരണയിൽ ദിലീപിനെതിരെയുള്ള പ്രോസിക്യൂഷൻ സാക്ഷിയാകും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപിനുള്ള പങ്കിനെക്കുറിച്ച് തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഗായിക റിമി ടോമിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കോതമംഗലം കോടതിയിൽ മജിസ്ട്രേറ്റ് സുബിത ചെറുക്കലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് റിമി ടോമി. ദിലീപിനെതിരെ റിമി ടോമിയിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നേരത്തെ റിമി ടോമിയെ ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം ദിലീപിനും സംഘത്തിനുമൊപ്പം റിമി അമേരിക്കൻ ട്രിപ്പ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് റിമിയിൽ നിന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. രഹസ്യമൊഴി ദിലീപും ഒന്നിച്ചുള്ള ട്രിപ്പുകളെക്കുറിച്ചായിരുന്നുവെന്ന് കോടതിയിൽ നിന്നും മടങ്ങുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് റിമി സൂചിപ്പിച്ചു. ഭർത്താവ് റോയ്സ്, സഹോദരൻ റിങ്കു എന്നിവർക്കൊപ്പമാണ് റിമി കോടതിയിലെത്തിയത്. അഭിഭാഷകരും ഒപ്പമുണ്ടായിരുന്നു. 3/4 മണിക്കൂറിനകം റിമി മടങ്ങുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നും റിമിയെ രക്ഷപ്പെടുത്താൻ ഒപ്പമുണ്ടായിരുന്നവർ ഏറെ പാടുപെട്ടു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ റിമിക്ക് പങ്കുണ്ടെന്ന് വരെ നേരത്തെ പ്രചാരണമുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തേക്കുമെന്നും അഭ്യൂഹമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷവും റിമിക്ക് പോലീസ് ക്ലീൻ ചീറ്റ് നൽകാതിരുന്നതും സംശയത്തിനിടയാക്കി. കേസിന്റെ കുറ്റപത്രത്തിൽ ദിലീപിനെതിരെയുള്ള സാക്ഷിയായി റിമിയെ പ്രോസിക്യൂഷൻ ഉൾപ്പെടുത്തിയേക്കും. വിചാരണ വേളയിൽ മൊഴി മാറ്റുന്നത് തടയുന്നതിനാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം സാക്ഷികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പോലീസ് രഹസ്യ നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. റിമിയുടെ കാര്യത്തിലും പോലീസ് ഈ നീക്കം നടത്തിയതായും സൂചനയുണ്ട്. ദിലീപ് ജാമ്യത്തിലിറങ്ങിയതിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് റിമിയുടെ മൊഴി എടുത്തിരിക്കുന്നത്. റിമിയുടെ താൽപര്യം കൂടി പരിഗണിച്ചാണ് വനിതാ മജിസ്ട്രേറ്റിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയത് എന്നാണ് സൂചന. കേസിലാകെ 25 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ചുരുക്കം ചിലരുടെ മൊഴി കൂടി മാത്രമേ ഇനി രേഖപ്പെടുത്തേണ്ടതുള്ളൂ. KCV ന്യൂസ്, കോതമംഗലം. ഇത് അന്ന് വന്ന വാർത്തയാണ്. ഈ വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവിടെ റിമി ടോമിയുടെ മൊഴിക്ക് എത്രത്തോളം ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ളത്. ഇനി ഞാനിതൊക്കെ പറയുമ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാക്കും, അല്ലേ, എങ്ങനെയാണ് റിമി ടോമിയുടെ മൊഴി ഈ കേസിൽ നിർണായകമായി മാറുന്നത് എന്നുള്ളത്. ഞാൻ അവർക്ക് സിമ്പിൾ ആയിട്ട് മറുപടി നൽകാം. അതായത് ഇവിടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ നടി ബലാത്സംഗം ചെയ്യപ്പെട്ടത് എന്ന് കോടതിക്ക് മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിലീപിന് ഈ പറയുന്ന നടിയോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ട് എന്നതും കൂടി ഈ പറയുന്ന പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാവ്യയും ദിലീപും തമ്മിലുള്ള അവിഹിതം കൂടി ഇവർക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അതിജീവിതമായിട്ടുള്ള നടി മഞ്ജു വാര്യർ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തത് കാരണമായിട്ടാണല്ലോ ദിലീപിന് തന്നോട് ശത്രുത വന്നതും താൻ പീഡിപ്പിക്കപ്പെട്ടതും എന്നുള്ള കാര്യം ഈ പറയുന്ന നടി കോടതിയെ ബോധിപ്പിച്ചത്. അപ്പൊ അതെല്ലാം സത്യമാക്കണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കാവ്യയും ദിലീപും തമ്മിലുള്ള അവിഹിതം കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഈ അവിഹിതം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കുറെയൊക്കെ പ്രോസിക്യൂഷൻ എളുപ്പമാകും. അതായത് ഈ പറഞ്ഞ നടിയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യമുള്ള കാര്യവും ദിലീപ് കൊട്ടേഷൻ കൊടുത്ത കാര്യങ്ങളൊക്കെ പിന്നീട് എളുപ്പത്തിൽ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയും. പക്ഷെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ അതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് ദിലീപ് കാവ്യ അവിഹിതമാണ്. അതാണ് ആദ്യം ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആര് വിചാരിക്കണം? റിമി ടോമി വിചാരിക്കണം. റിമി ടോമി അമേരിക്കയിൽ വെച്ച് മറ്റേ ബാത്റൂമിൽ വെച്ച് കണ്ട സംഭവങ്ങളൊക്കെ ഈ പറയുന്ന കോടതിക്ക് മുമ്പായി തുറന്നു പറയണം. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ നടി കോടതിയെ ബോധിപ്പിച്ച കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കോടതിക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം അതിനൊരു സാക്ഷിയും കൂടിയായിട്ട് റിമി ടോമി ഉണ്ടല്ലോ. ഇതിനാൽ തന്നെ ഈ കേസിൽ റിമി ടോമിയുടെ മൊഴി വളരെ നിർണായകമായിരുന്നു. റിമി ടോമി വിചാരിച്ചിരുന്നെങ്കിൽ ദിലീപ് കാവ്യ അവിഹിതം കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നല്ലേ, അതിനെക്കുറിച്ച് ന്യൂസ് 8 വന്ന റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടോക്കാം. ഇത്തരത്തിൽ ദിലീപിനൊപ്പം ഉണ്ടായിരുന്ന ആ ഷോയിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും, അതിപ്പോൾ റിമി ടോമി, ഭാമ, സിദ്ദിഖ്, മുകേഷ്, ബിന്ദു പണിക്കർ, കൽപ്പന, അങ്ങനെ തുടങ്ങി നിരവധി ആളുണ്ടായിരുന്നു. ഇവരാരും ഈ പറഞ്ഞ സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായ മൊഴി കോടതിക്ക് മുന്നിൽ പറഞ്ഞതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു ഗൗരവം സ്വഭാവത്തെ കുറച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് സാക്ഷി മൊഴികൾ പൂർണ്ണമായും ദിലീപിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ദിലീപിനെതിരെ പറഞ്ഞിരുന്ന ആളുകൾ അവരാരും ഈ ഷോയുടെ ഭാഗമായി പങ്കെടുക്കാതിരുന്നത് തന്നെ കോടതിക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നതിന് തടസ്സമായി എന്നുള്ളത് നമ്മൾ ഇതിനോട് ചൂണ്ടിക്കാണും. നമുക്കറിയാം, എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചാലും ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പുറത്തുണ്ടായാലും, ഇത് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തകളും മറ്റും വന്നാലും, പുറത്ത് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും തെളിവുകൾ വളരെ കൃത്യമായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാതെ, സാക്ഷി മൊഴികൾ ഇല്ലാതെ, ഈ സംഭവവികാസങ്ങൾ നടന്നു എന്നതിന് ഡിജിറ്റൽ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാതെ കോടതിക്ക് അതൊരിക്കലും ബോധ്യപ്പെടില്ല.
അതാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. ഇവിടെ റിമി ടോമി അടക്കമുള്ളവരെന്താക്കി കോടതിയിൽ ചെന്ന് ദിലീപിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അങ്ങനെ ദിലീപും കാവ്യയും മോശമായിട്ട് ഇടപഴകുന്നതായിട്ട് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. അവർ നല്ല രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അവർ ബാത്റൂമിൽ വെച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു റിമി ടോമി കോടതിയിൽ മൊഴി കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ റിമി ടോമി അങ്ങനെ ഒരു മൊഴി കൊടുത്തത് കാരണം കുറെയൊക്കെ കാര്യങ്ങൾ ദിലീപിന് അനുകൂലമായി മാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രൈം വിറ്റ്നസ് എന്നുള്ള രീതിയിൽ റിമി ടോമി ദിലീപിന് അനുകൂലമായി പറഞ്ഞതോടെ ഇവിടെ നടിയുടെ മൊഴിയിൽ കുറെയൊക്കെ കഴമ്പില്ലാതായി. ഇവിടെ റിമി ടോമി മാത്രമല്ല, അന്ന് അമേരിക്കയിലേക്ക് ഒരുപാട് നടീനടന്മാർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അവരാരും ദിലീപും കാവ്യയും തമ്മിൽ ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു കോടതിയിൽ മൊഴി കൊടുത്തത്. അതോടെ കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരുപക്ഷെ അതിൽ ഏതെങ്കിലും ഒരാൾ നടിക്ക് അനുകൂലമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വിധി മറ്റൊന്നായേനെ. എന്നിരുന്നാലും റിമി ടോമി ദിലീപിന് അനുകൂലമായി കൊടുത്തതിന് പിന്നാലെ ഒരുപാട് റൂമേഴ്സ് പ്രചരിക്കുകയുണ്ടായി. ദിലീപും ഈ റിമി ടോമിയും തമ്മിൽ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളുണ്ട്, അത് കാരണമായിട്ടാണ് റിമി ടോമി ഇങ്ങനെ ദിലീപിന് അനുകൂലമായി മൊഴി കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസ് അന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും അത് പ്രചരിപ്പിച്ചത് മനോരമ ന്യൂസ് ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ അതിൽ കലി പൂണ്ട റിമി ടോമി അന്ന് ഇതുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടോക്കാം. നടി റിമി ടോമി, ഗായിക റിമി ടോമി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മനോരമ ന്യൂസിനൊപ്പം ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് റിമി ടോമിയെ ചോദ്യം ചെയ്തു എന്ന് വാർത്തകളുണ്ടായിരുന്നു. റിമി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ആരാഞ്ഞോ റിമിയുടെ അടുത്തുനിന്ന്? അല്ല, ഞാനിപ്പോ ഇത് ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ മനോരമ പേപ്പറിനെയും ചാനലിനെയും ഒക്കെ അത്രയധികം വിശ്വസിക്കുന്നു. പക്ഷെ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കിവിടെ സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. താങ്കളുടെ പ്രവൃത്തി അത്തരത്തിലായിരുന്നല്ലോ. ഇങ്ങനെ നിങ്ങൾ ദിലീപിന് അനുകൂലമായി കോടതിയിൽ നിലപാടെടുക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് താങ്കളിലേക്കായിരുന്നു. താങ്കൾ നടിക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി കൊടുക്കുമെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത്. പക്ഷെ ആ ചിന്തകളെല്ലാം താങ്കൾ തെറ്റിച്ചു കളഞ്ഞു. അപ്പൊ അതിന് പിന്നാലെ പലരും പലതും ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളും ദിലീപും തമ്മിൽ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ പലരും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ആളുകൾക്കല്ല ഇപ്പോൾ ചിന്തിച്ചു കൂട്ടാൻ എന്തെങ്കിലും പഞ്ഞുണ്ടോ? ധർമാക്കൂടെ കേട്ടോ. അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോ ഇത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സാറേ എന്താ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ, റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന ആ കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശിക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നീ പറയരുത് റിമി. അങ്ങനെ ആക്രമിക്കപ്പെട്ട നടി നിന്റെ സുഹൃത്തായിരുന്നു എങ്കിൽ നീ കണ്ടതുപോലെ കോടതിയെ ബോധിപ്പിക്കണമായിരുന്നു. ഇവിടെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഈ നടിയോടുള്ളതിനേക്കാളും കൂറ് ദിലീപിനോടായിരുന്നു. താങ്കൾ അത് കൃത്യമായി പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിച്ചു. അതാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത് അല്ലെ. പിന്നെ റിമി ടോമിയെ സംബന്ധിച്ചിടത്തോളം റിമി ടോമിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരാളും കൂടിയാണല്ലോ ദിലീപ്. ദിലീപിന് പല ഷോകളിലും റിമി ടോമി വന്ന് പാടിയിട്ടുണ്ട്. ദിലീപിന് പല സിനിമകളിലും റിമി ടോമിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ന നിലക്ക് ദിലീപിനെ സഹായിക്കേണ്ട അവസരങ്ങൾ സഹായിക്കണമല്ലോ. അതിനുള്ള കൃത്യമായിട്ടുള്ള അവസരം കിട്ടിയപ്പോൾ പുള്ളിക്കാരെ സഹായിച്ചു, അത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് ഒരു 6 മിനിറ്റോളം റിമി ടോമി തുടർച്ചയായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ദൈവത്തെ വിളിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ വളരെ ഒരു പൈസ പോലും ഞാൻ അന്ന് ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ പോലും എന്റെ പേരിൽ ഞാൻ മറ്റേ വിദേശത്തുനിന്ന് പണം കടത്തി ഹവാല കേസോ അങ്ങനെ ഒരു കേസ് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് ഒന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്. പക്ഷെ റീമിയുടെ പേര്, റീമിക്ക് ഇത്ര ശത്രുക്കളുണ്ടോ, റീമി എന്താ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് ഞങ്ങളല്ല കൊടുക്കുന്നത്, റീമി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ പോലും ഞാൻ ഇത്ര നാളായിട്ട് അടച്ചിട്ടില്ല. ഓക്കെ, നമ്മളെല്ലാവരും നികുതി അടയ്ക്കാൻ ചിലപ്പോൾ മറന്നുപോകും, മറന്നല്ല ചിലപ്പോൾ ചെയ്യാണ്ടാവും. നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് നികുതി അടയ്ക്കേണ്ടതായിട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, അല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്. ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്താണ് റിമിയിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയില്? നിങ്ങളായിട്ട് എന്താ കാവ്യ, സോറി ആ പേര് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെ. അല്ല, വന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഷോയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിച്ചു. അതിനുശേഷം ഈ ഷോയുടെ കാര്യം ചോദിച്ചു. ഇവരുമായിട്ടൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള. അതിപ്പോ ഞാൻ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, എന്നോട് പ്രത്യേകം അവർ പറഞ്ഞില്ല റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, റീമിക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം. പിന്നെ സാമ്പത്തിക ഇടപാടിന്റെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു 5 പൈസ നിങ്ങളെ ഞാൻ ദൈവത്തെ മുൻനിർത്തി പറയാം, അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാന്ന് തന്നെ പറയാം. അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും, എന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ അച്ഛന്റെ അനിയത്തിയോ അനിയന്റെയോ
അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാരുടെയോ കൂട്ടുകാരുടെയോ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്നു. റിമി, എന്തായാലും ഇത് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ്. ഒരുപക്ഷെ അനധികൃതമായ ചില ഇടപാടുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദിലീപുമായോ അല്ലെങ്കിൽ കാവ്യയുമായോ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് പങ്കാളിത്തമോ സാമ്പത്തിക ഇടപാടോ ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലേ, അവർക്ക് വേറെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ കാണും. എന്റെ അടുത്ത് അവരൊരു ബിസിനസ് പങ്കാളിത്തമായിട്ട് ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല. അതല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലമോ പോട്ടെ, ഒരു 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതായത് റിമി പറയാണ് ഇവരുമായി യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ല, യാതൊരുവിധ. അതായത് എനിക്ക് 101% ഉറപ്പ് പറയാം. നിങ്ങൾ വേണേ എന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്ക്. പക്ഷെ അതേ മുൻപേ ഇങ്ങനെ പറയുമ്പോ അതെന്താ നിങ്ങൾ അന്വേഷിക്കാണ്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നത്? ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ഒരുപക്ഷെ ദിലീപിനെ കാവ്യയെ കൂടുതലായി ടെലിഫോണിൽ റിമി ബന്ധപ്പെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് ചില സംശയങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് കാണുന്നത് മനോരമ ന്യൂസിലാണ്. ഞാൻ ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അറിയാവുന്ന ആളെന്നുള്ള കാവ്യനെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ എന്നുള്ള പേര് പറയണ്ട, പിന്നെയും പേര് പറഞ്ഞു, സോറി കേട്ടാ, ഇങ്ങനെ ഒരു കാര്യം ഇരയ്ക്ക് സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അന്ന് ഒരൊറ്റ ഫോണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയണം ഞാൻ ദിലീപും കാവ്യയായിട്ട് ഇങ്ങനെ അടിക്കടി വിളിച്ചോണ്ടിരിക്കുന്നു? ഓക്കെ, സംസാരിച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്നെ പോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സംസാരിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, കാരണം നമ്മൾ സംസാരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ അപ്പൊ തന്നെ ഈ വിളിച്ച് ഇരയായ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. 20-ാം തീയതി രമ്യയായിട്ട് ഞാൻ ചോദിച്ചു. 10-ാം തീയതി ഞാനും ഈ ഇരയായ കുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ മെസ്സേജിലൂടെ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടെന്നൊക്കെയാ പറയണത്. എന്ത് ശത്രുതയാണെന്ന് ഇരയായ കുട്ടിയോട് തന്നെ ചോദിക്കാം. എന്തായാലും പോലീസിനോട് റിമി പറഞ്ഞ കാര്യങ്ങളിൽ പോലീസിന് ചില പൊരുത്തക്കേടുകൾ, ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പോലീസിന് ഒരു സംശയമുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ് കേട്ടോ. ഒരുപക്ഷെ പോലീസ് പുറത്തു വരുന്ന വാർത്തകൾ കേട്ടു എന്ന് പറയാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കേട്ടിട്ട് അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് കണ്ടെങ്കിൽ നമ്മളെ പറ്റി എത്ര പുറത്ത് ഇങ്ങനെ വേണ്ടാത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ ഒരു വിഷമം വരില്ലേ? പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനൽ ആകുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതുപോലെ ന്യൂസ് കൊടുത്തിരുന്നെങ്കിൽ വെറുതെ കേൾക്കുന്ന ഒരു ന്യൂസിൽ നമുക്ക് എന്തോ ഒരു വിഷമം വരും. റിമി ഇപ്പോൾ നൽകുന്ന വാർത്ത ഒരു റിമിയുടെ വിവരങ്ങൾ ആരാഞ്ഞു, പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട എന്നുള്ളത് മാത്രമാണ്. അത് സത്യമല്ലേ? റിമി തന്നെ സമ്മതിച്ചില്ലേ? അത് ഫോണില് ഈ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അത് കുറച്ച് കാര്യങ്ങൾ, സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ 1-2 കാര്യങ്ങൾ അറിയുന്നു. പിന്നെ ഇത് മാത്രം ചോദിച്ചു. ഞാനിപ്പോ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റീമി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ന്യൂസിൽ വന്നേക്കുന്നത്, റീമി അവരോട് പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ലാന്ന് റീമിക്ക് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്നാണ് അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത്. ഇവർ ഓരോന്ന് സങ്കല്പിച്ചിടുവാണ്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്തായാലും പോലീസ് എന്താണ് പറഞ്ഞു നിർത്തിയത്? ഒരുപക്ഷെ ഇനിയും ചില കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ. ഇതാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും എന്തിനാ മാഡം ഒക്കെ പറഞ്ഞ ആക്കിയാണ്, അല്ലെങ്കിൽ വലങ്കൈ ആക്കുന്നു, വിദേശത്ത് ഷോയ്ക്ക് പോകരുതെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ വരെ ഞാൻ കാണുക, വിദേശത്ത് ഷോയ്ക്ക് പോകരുത് അങ്ങനെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ എന്നാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ തിരച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ല ഇത്. അപ്പോ പിന്നെ അവരെങ്ങനെ ഇങ്ങനെ ന്യൂസ്, ഇങ്ങനത്തെ ബന്ധമില്ലാത്ത ന്യൂസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്നാണ് ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ലൈവിൽ വരാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായും റിമി, ഒരു കാര്യം കൂടി, ഒരുപക്ഷെ ഇപ്പോൾ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തതയുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് റിമി ഒന്ന് വരണം, ചിലത് സംസാരിക്കാനുണ്ട്, ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വരില്ല. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. ഇത് അങ്ങനെ വരാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് അവരുടെ സുഹൃത്തുക്കളെയൊക്കെ ഞങ്ങൾ ചോദിക്കുന്നു, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി റിമി, എന്തായാലും റിമിയെ സംബന്ധിച്ച് റിമി ഇപ്പോൾ കേരളം മുഴുവൻ സ്നേഹിക്കുന്ന ഒരാളാണ് റിമി. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ റിമിയുടെ ഒരു വിശദീകരണം കേൾക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് റിമിയെ വിളിച്ചത്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കറക്റ്റ് വാർത്ത അറിഞ്ഞിട്ട് ദയവേദിയിടുക. ഒന്നും കൂടെ ഞാൻ പറയണം, സാമ്പത്തിക ഇടപാട് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ പറയാ, വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മാതാവിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ക്രൂരമായ കാര്യത്തിന് കൂട്ടു നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് സാമ്പത്തിക ഇടപാട് 5 പൈസ അപ്പുറം തന്നെ ഞാൻ പറയാം. ഞാനും ദിലീപും കാവ്യ ഒരു ബിസിനസ് പാർട്ണർഷിപ്പോ അങ്ങനത്തെ ഒരു കാര്യമില്ല. എന്നോട് വിദേശത്ത് ഒരു പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ എന്തൊക്കെയാ ചോദിച്ചത്? ഓക്കെ, സംഭവം നടന്ന ശേഷം കാവ്യനെ വിളിച്ചു. അതിപ്പോ ഏത് സുഹൃത്തുക്കളായാലും ഒന്ന് വിളിച്ചിട്ട് അന്വേഷിക്കില്ലേ, പറയില്ലേ നമ്മള് കാര്യങ്ങള്? ജസ്റ്റ് ചോദിച്ചു. അതും ദിലീപിനെ അന്ന് വിളിച്ചിട്ടുമില്ല. ശരി റിമി, എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിന് ടെലിഫോണിൽ ചേർന്നതിന് നന്ദി.
ഓക്കെ, ഇവിടെ വളരെ വൈകാരികമായിട്ടാണ് റിമി ടോമി പ്രതികരിക്കുന്നത് അല്ലെ. തനിക്കെതിരെ പ്രചരിച്ചൊരു കുപ്രചരണത്തിനെതിരെ ഭയങ്കര പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് റിമി സംസാരിക്കുന്നത് അല്ലെ. ഇവിടെ റിമി പറയുന്നത് പോലെ ഈ പറയുന്ന ദിലീപും റിമി ടോമിയും തമ്മിൽ വലിയ സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷെ ഈ കേസിൽ റിമി ടോമി ദിലീപിനോട് ചായ്വ് കാണിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസരങ്ങൾ നൽകിയതിന് കൂറ് കാണിച്ചതാകാം. എന്നിരുന്നാലും ഈ പറയുന്ന റിമി ടോമി ആക്രമിക്കപ്പെട്ട നടിയുമായി എത്തരത്തിലുള്ള ബന്ധമായിരുന്നു പുലർത്തി കൊണ്ടുവന്നിരുന്നത് എന്നുള്ളത് നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പേ കൈരളി ടിവിയിൽ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഈ സൗഹൃദങ്ങൾ ഒരുപാടുണ്ടോ റിമിക്ക്? ഒരുപാട് സൗഹൃദങ്ങൾ, ചില സൗഹൃദങ്ങളൊക്കെ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ടോ? സൗഹൃദം കുറവുണ്ട് എനിക്ക്. ഉണ്ട്, പക്ഷെ സൗഹൃദങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷെ എന്തോ കുറവാണ്. തിരക്കുള്ള ജീവിതം കാരണമാണോ അതെയോ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണോ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ റിമിക്ക് ഇല്ലാതെ പോകുന്നു? പിന്നെ ചില സൗഹൃദങ്ങളൊക്കെ പെട്ടെന്ന് കണ്ട് അസ്തമിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ നിൽക്കുന്ന നല്ലത്. ഒരുപാട് ഭയങ്കര ഡീപ് ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയിട്ട് പിന്നെ അത് വെറുതെ ഇതാവാത്ത നല്ലത്. എല്ലാരും കാണുമ്പോ എപ്പോ കണ്ടാലും ഹായ് സന്തോഷം, അതല്ലേ നല്ലത്. കൂടുതൽ അടുത്ത ചിലപ്പം എടുത്താലും അത് വേറെ പ്രശ്നങ്ങൾ വരും. നല്ല സൗഹൃദമായിരുന്നു. ഇവിടെ അവസാനമായി ജോൺ ബ്രിട്ടാസ് ചോദിച്ചത് ആക്രമിക്കപ്പെട്ട നടിയുമായി സൗഹൃദത്തിലായിരുന്നില്ല അതിനിടയ്ക്ക് എന്നുള്ളതാണ്. പുള്ളിക്കാരന്റെ പേരടക്കം പറഞ്ഞിട്ടാണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്. ഞാനത് ബീപ്പിട്ടുന്നേ ഉള്ളൂ. അതിന് റിമി ടോമി കൊടുത്തൊരു മറുപടി ചിരിയാണ് അല്ലെ. ആ ചിരിയാണ് ഇന്ന് റിമി ടോമിന്റെ ഹൈലൈറ്റ്. മറ്റുള്ളവരിൽ നിന്നും റിമി ടോമിയെ വേറിട്ട് നിർത്തുന്നതും ഈ ചിരി തന്നെയാണ് അല്ലെ. എന്നിരുന്നാലും റിമി ടോമി ഇന്റർവ്യൂ കൊടുക്കുന്നത് 2015 ജൂലൈ സമയത്താണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നടി ആക്രമിക്കപ്പെടുന്നതിന് 2 വർഷം മുമ്പേ. ശരിക്കും പറഞ്ഞാണെങ്കിൽ 2011 കാലഘട്ടങ്ങളിൽ ഈ റിമി ടോമിയും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അത് 2015 എത്തിയപ്പോഴേക്കും എത്തരത്തിലായി മാറി എന്നുള്ളത് റിമി ടോമി തന്നെ തുടർന്ന് പറയുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കണ്ടോക്കാം. ഇപ്പോഴും സൗഹൃദത്തിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് കഴിഞ്ഞ ദിവസവും മറ്റേ ഒരു ചെന്നൈ എയർപോർട്ടിലേക്ക് വെച്ച് കണ്ടപ്പോഴും അതെ, അത് അങ്ങനെ വേറെ ഒന്നും ഇല്ല. ഇപ്പൊ അത് ഞാൻ ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതോ സിനിമയിൽ എന്നെ കണ്ട കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ സൗഹൃദം ഒരുപക്ഷെ അത്ര തീഷ്ണമായ സൗഹൃദങ്ങൾ പിന്നീട് അല്പം കുറഞ്ഞു പോകുമ്പോൾ ഒരു മനസ്സിൽ വിഷമമുണ്ടോ? ഇല്ല, മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെയൊന്നും. പിന്നെ ഭയങ്കരമായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ വീട്ടിൽ പോകും, എറണാകുളം പാസ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ കയറും, അങ്ങനെ ഒന്നിച്ച് പോകുന്നു, സിനിമയ്ക്ക് പോകണു, ഒന്നിച്ച് എവിടെ പോയാലും ഒന്നിച്ച് പോകണു, അങ്ങനെ 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 പോണ ഒരു അത് മാത്രം ഇത്തിരി കുറഞ്ഞു. കാരണം അത് കുറയൂല. ഞാനും എറണാകുളത്തേക്ക് താമസം മാറിയത്. ഓക്കെ, അപ്പൊ ഈ ആക്രമിക്കപ്പെട്ട നടിയുമായിട്ടുള്ള സൗഹൃദം 2015 ആയപ്പോഴേക്കും കുറഞ്ഞു വന്നു എന്നുള്ളതാണ് ഇവിടെ റിമി ടോമി പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഒരു ഹായ് ബായ് ബന്ധത്തിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2011 ഇവർ രണ്ടുപേരും കട്ട ചങ്കുകളായിരുന്നു. പക്ഷെ 2015 ആയപ്പോഴേക്കും ഒരു ഹായ് ബായ് ബന്ധത്തിലേക്ക് മാറി. ഒരു പക്ഷെ ദിലീപുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയാകാം അതിന്റെ കാരണം. പക്ഷെ ഈ നടിയോട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും കാവ്യ മാധവനോട് നല്ല രീതിയിലുള്ള ബന്ധം തന്നെയായിരുന്നു റിമി ടോമി പുലർത്തി കൊണ്ടുവന്നിരുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് റിമി ടോമി സെയിം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. അതെ, കാവ്യയെ പറ്റി പറയാനാണ് ഞാൻ കണ്ടേക്കുന്ന ഇത്രയും ആഘോഷിക്കപ്പെട്ട മീശമാധവനാണ് എന്റെ ഫസ്റ്റ് പടം. ഞാൻ പാടി ഗാനമേളയ്ക്കൊക്കെ തുടങ്ങുന്നതും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലാണ്. അപ്പൊ ഞാൻ കണ്ടു തുടങ്ങിയത്തോളം മലയാള സിനിമയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഹീറോയിൻ അന്നും ഇന്നും കാവ്യ മാധവനാണ്. അതുപോലെ തന്നെ നല്ല ഫ്രണ്ടാണ്. എൻ്റെ പലയിലുള്ള വീടുകളിലാണെങ്കിലും ഇതിലാണെങ്കിലും നമ്മൾ വിളിച്ചില്ലെങ്കിൽ ആ വഴി പോകുമ്പോൾ കയറി വരാൻ കാണിക്കുന്ന ഒരു മനസ്സും അതൊക്കെ നല്ലൊരു മനസ്സ് ഉള്ള ഒരാളാണ്. ഓക്കെ, കാവ്യയെ കുറിച്ച് റിമി പറഞ്ഞേ കേട്ടല്ലോ. ആക്രമിക്കപ്പെട്ട നടിയെ കുറിച്ച് പുള്ളിക്കാർക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് വലിയ അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കാവ്യയെ കുറിച്ച് പറയുമ്പോൾ 100 നാവായിരുന്നു. കാവ്യ മുത്താണ്, സ്വത്താണ്, അടിപൊളിയാണ്, ഇടയ്ക്കിടെ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഈ ഒരു സമയമായപ്പോ തന്നെ, അതായത് ഒരു 2015 ആയപ്പോ തന്നെ കാവ്യയോടായിരുന്നു ഈ പറയുന്ന റിമി ടോമി കൂടുതൽ ഇഷ്ടവും കൂറും ഒക്കെ വെച്ച് പുലർത്തിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇവർ ദിലീപിന് അനുകൂലമായി മൊഴി പറഞ്ഞു. അതിനിപ്പോ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും ഒരു പക്ഷേ കോടതിയിൽ വെച്ച് റിമി ടോമി നടിക്ക് അനുകൂലമായി സംസാരിച്ചിരുന്നെങ്കിൽ, താൻ കണ്ട കാര്യം കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ ആ പാവത്തിന് നീതി ലഭിച്ചേനെ. എന്തായാലും ഈ കാര്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി, അതുകൊണ്ടൊരു ടോപ്പിക്കായി ചെയ്തതേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.